ഷൈ സിമ്പിൾ കിച്ചൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് വളരെയധികം സ്വാഗതം ചെയ്യുന്നു. അപ്പം നമ്മൾ ഇന്ന് കാണുന്നത് ഡേ 5 ആണ്, ലാസ്റ്റ് ഡേ ആണ് കാശ്മീരിലെ. നമ്മൾ ഇന്നിപ്പോൾ ഈ കാണുന്ന അതിമനോഹരമായ കാഴ്ച ദാൽ ലേക്കിലെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അതിമനോഹരമാണ്. ഒരുപാട് ബോട്ടുകളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലേക്കാണ്. എന്തൊരു ഭംഗിയാണെന്നറിയാവോ ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ. ഈ കാശ്മീർ പോകുന്നവരൊക്കെ ഇവിടെ പോകാതെ ഒരാളും ആ കാശ്മീർ വിടത്തില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സൗണ്ട് നാക്കൊക്കെ ഇടറും, സാരമില്ല കേട്ടോ, എല്ലാവരും ക്ഷമിക്കും. ഓക്കെ, എനിക്ക് വേണേൽ ഇത് കട്ട് ചെയ്ത് വീണ്ടും നല്ലതായിട്ട് എടുക്കാമായിരുന്നു, പക്ഷെ വേണ്ട. ആസ് യൂഷ്വൽ, ആസ് ഇറ്റ് ഈസ് എങ്ങനെയാണോ അതുപോലെ തന്നെ പോട്ടെ. ഓക്കെ, എനിവേ, ഈ ചെറിയ ചെറിയ ബോട്ടുകൾക്ക് പ്രത്യേക ഒരു പേരുണ്ട്. ഷിക്കാർസ് എന്നാണ്, ഷിക്കാർസ്. ഓക്കെ, ഭയങ്കര നമ്മളെ ഇതിലാണ് അവർ ഹൗസ് ബോട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. വളരെ കളർഫുള്ളായിട്ടുള്ള ഷിക്കാർസാണ് ഇതൊക്കെ. ഓക്കെ, പല ടൈപ്പ് ഉണ്ട്. എല്ലാത്തിൻ്റെയും മോഡൽ ഒന്നാണെങ്കിലും പല കളറുകളാണ്, കളർഫുള്ളായിട്ടുള്ള തീമുകളാണ്. അടിപൊളിയാണ്, സൂപ്പറായിരുന്നു. നമുക്ക് ആ പോകുന്ന വഴിയൊക്കെ കാണാൻ, അതായത് നമ്മൾ ആ ലേക്കിലൂടെ പോകുന്ന വഴിയൊക്കെ അടിപൊളി കാഴ്ചയാണ്. കുറേ എന്താ പറയുന്നത്, നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള, ഷോപ്പിംഗ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഷോപ്പിംഗ് ചെയ്യാൻ കയറിയേ, പക്ഷേ ഗൈസ് ഞാനത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഈ ഷോപ്പിംഗ് ചെയ്യാൻ ആ ഷോപ്പിലോട്ട് കൊണ്ട് ഇറക്കി വിട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എന്തൊക്കെയോ വാരി വലിച്ചെടുത്ത് തിരിച്ച് കയറി കഴിഞ്ഞപ്പോഴാണ് ഓർത്ത്, അയ്യോ അതൊന്നും വീഡിയോയ്ക്കകത്ത് പകർത്തിയില്ലല്ലോ എന്നുള്ളത്. ഇവിടെ മാത്രമല്ല കേട്ടോ, ഹാൻഡ്ലൂമായിട്ട് ചെയ്യുന്ന വേറെ കടയിലൊക്കെ ഞങ്ങളെ കൊണ്ടുപോയിരുന്നു. ഷോപ്പിങ്ങിന് വേണ്ടി ഞങ്ങളൊരു ടൈം ക്രമീകരിച്ചിരുന്നു, അവിടെയൊക്കെ ഞങ്ങളെ കൊണ്ടുപോയിരുന്നു. പക്ഷേ സത്യത്തിൽ ഷോപ്പിംഗ് ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. അതെന്താ, ഞാൻ ഇപ്പം ആലോചിക്കുക, അതെന്താ ഞാൻ എടുക്കാതിരുന്നത്? അത് വലിയൊരു മണ്ടത്തരമായിപ്പോയി, അതും എടുക്കണമായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ കൂട്ടത്തിൽ എല്ലാവരും സാധനം മേടിച്ച് കൂട്ടിയിട്ടുണ്ട്, പക്ഷേ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സാധനം മേടിച്ച് ഞാനായിരിക്കും. ഈവൻ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ റീച്ചാൻ, അയ്യോ അത് നല്ല രസമുണ്ട്, ഇത് വേറെ എങ്ങും കിട്ടത്തില്ല, ഇതിവിടെ മാത്രം, ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, അത് മേടിക്കുക പറഞ്ഞ് മേടിച്ച് കൂട്ടിയിട്ടുണ്ട്. കുറേ കാശ്മീരി ഷോളുകൾ മേടിച്ച് ഞാൻ കേട്ടോ, എനിക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മേടിച്ച് പെറുക്കി കൂട്ടി. എനിവേ, അടിപൊളിയായിരുന്നു ഞങ്ങളുടെ യാത്ര. കാശ്മീർ യാത്രയെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരു സൂപ്പർ യാത്രയായിരുന്നു, ഒന്നും പറയാനില്ല കേട്ടോ. ഭയങ്കര രസമായിരുന്നു ആ യാത്ര. ഇനി ഒരു പ്രാവശ്യം പോകണമെന്ന് വിചാരിച്ചാൽ എനിക്കറിയില്ല, ഇപ്പം കുറച്ച് സിറ്റുവേഷൻസ് ഒക്കെ കഴിഞ്ഞതുകൊണ്ട് എനിക്കറിയത്തില്ല. ഇനി അതെല്ലാം ഒരു നിയന്ത്രണമായി വന്ന് എല്ലാവരെയും അവിടെ ടൂറിസ്റ്റുകളൊക്കെ അടുപ്പിച്ചൊക്കെ വരുന്ന അതറിയത്തില്ല. ഓരോ സ്ഥലത്ത് പോകാൻ നമുക്ക് ഓരോ ടൈം ഉണ്ട്. ആ സമയം ദൈവം നമുക്ക് അനുവദിച്ച് തരുമ്പോൾ പൊക്കോണമെന്നാണ് എനിക്ക് ഇതിലൂടെയൊക്കെ മനസ്സിലായി. എനിക്കിപ്പോൾ രണ്ടാമത്തെ അനുഭവം കേട്ടോ. ഒന്നാമത്തെ ഹോളി ലാൻഡ് ആയിരുന്നു. ഹോളി ലാൻഡ് ഇതുപോലെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, പലരും ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ പോകാൻ പറ്റിയില്ല. അതിലേക്ക് ഞാൻ തിരിച്ചു വരാം. ഇപ്പം ഞാൻ ഇതൊരു കാര്യം പറയട്ടെ. ഇങ്ങനെയാണ്, ഇത് നമ്മളല്ല, വേറെ ഒരു ടൂറിസ്റ്റുകളാണ്. ഇങ്ങനെയാണ് ഞാൻ കയറുന്ന വീഡിയോ എനിക്ക് സ്വയം എടുക്കാൻ പറ്റും. കാരണം ഒന്നാമത്തെ കാര്യം, ഇതൊക്കെ ഒരു എന്താ പറയുന്നത്, ഒരു വെള്ളത്തിലുള്ള കളിയാണ്, അങ്ങോട്ടോ ഇങ്ങോട്ടോ. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കൽ എന്നെ കൊണ്ട് നടക്കത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു വേറെ ഒരു ഫാമിലി കയറുന്നത് കാണിക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ എങ്ങനെ അതിൽ കയറുന്നതെന്ന്. അതിൽ അവർ കൈ തരും നമുക്ക്, അത് അവരുടെ കയ്യെ പിടിച്ച് അകത്ത് കയറി, അതേ പിടിച്ച് നമ്മൾ കയറി അകത്ത് സേഫായിട്ടിരിക്കണം. ഒരു 4 പേരെയൊക്കെ ഒരു ബോട്ടിൽ, ഒരു ഷിക്കാരിൽ കൊണ്ടുപോകത്തുള്ളൂ. അതിൽ കൂടുതലൊന്നും ആൾക്കാരെ കൊണ്ടുപോകത്തില്ല. കാരണം പിന്നെ കുറച്ച് ലഗേജും എല്ലാം വെക്കുമല്ലോ. ഇങ്ങനെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇങ്ങനെ കൊണ്ടുപോയി കുറേ ദൂരം ചെന്ന് കഴിയുമ്പോൾ ഹൗസ് ബോട്ട് അങ്ങ് ഉള്ളിലാണ്. അപ്പം ഇവിടെങ്ങും അല്ല ഹൗസ് ബോട്ട്, അങ്ങ് ഉള്ളിലുള്ള ഹൗസ് ബോട്ടിലാണ് ഞങ്ങളെ കൊണ്ടുപോയത്. ഞങ്ങൾ പോയപ്പോഴത്തേന് കുറച്ച് രാത്രിയായിരുന്നു കേട്ടോ. ഞങ്ങളിവിടെ വന്നിരിക്കുക. ആക്ച്വലി സത്യത്തിൽ ഞങ്ങൾക്ക് അവിടെ വേറൊരു സംഭവം ഉണ്ടായിരുന്നേ. ഞങ്ങളുടെ ഒരു പെട്ടി ഞങ്ങളെ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ വെക്കേറ്റ് ചെയ്തു. ഞങ്ങളുടെ
വലിയ വലിയ പെട്ടികളെല്ലാം ഞങ്ങൾ ഹോട്ടലിലുള്ള ലോക്കറി വെച്ചിരുന്നു. അതായത് നമ്മുടെ പെട്ടികളൊക്കെ വെക്കുന്ന ലഗേജ് പോലത്തെ ലോക്കർ ഉണ്ടല്ലോ, അവിടെ ആക്ച്വലി അവിടെ വെച്ചിരുന്നു. പക്ഷേ അപ്പം നമുക്ക് ഇവിടോട്ട് വരുമ്പം നമുക്ക് ഇടാനുള്ള ഡ്രസ്സ്, അതായത് നമ്മൾ ഇവിടെ വന്ന് പിറ്റേ ദിവസം രാവിലെ, നമ്മൾ ഒരു ദിവസം 1 day സ്റ്റേ ആണേ, പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്ത് നേരെ നമ്മുടെ ഹോട്ടലിൽ പോയി നമ്മൾ പെട്ടിയെടുത്ത് വണ്ടി വെക്കുക പോവുക. ഇവിടുന്ന് നമ്മൾ ഹൗസ് ബോട്ടിൽ നമ്മൾ ഇറങ്ങി നേരെ എയർപോർട്ടിലോട്ട് പോകാൻ. പക്ഷേ എയർപോർട്ടിൽ പോകുന്ന വഴിക്ക് ഹോട്ടലിൽ കയറി നമ്മുടെ പെട്ടി എടുത്തുകൊണ്ട് പോകാനായിരുന്നു നമ്മുടെ ആലോചന. അപ്പം ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പെട്ടി ഹാൻഡ് ക്യാരി എടുക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളുടെ ഒരു ഹാൻഡ് ക്യാരി കണ്ടില്ല. അപ്പോൾ ഉണ്ടല്ലോ, അപ്പോഴാണ് മനസ്സിലായത് ആ ഹാൻഡ് ക്യാരി മറ്റേ റൂമിൽ വെച്ച് പൂട്ടിയിട്ടാണ് വന്നത്. ഇതില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ തുണി വേണ്ടേ? നമ്മുടെ അത്യാവശ്യ സാധനങ്ങളെല്ലാം അതിനകത്തായിരുന്നു, നമ്മുടെ ക്രീമും കാര്യങ്ങളും എല്ലാം. അപ്പോൾ നമുക്കത് ഫോൺ ചാർജറും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കത് വേണം, നമ്മുടെ കുറച്ച് അത്യാവശ്യ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു ഓക്കെ. എന്നിട്ട് ഞങ്ങളെ അവിടെ ഇരുത്തിയിട്ട് റീച്ചാൻ പോയിട്ട് വണ്ടിയിൽ പോയിട്ട് അത് എടുത്തുകൊണ്ട് വരുന്നിടം വരെ ഞങ്ങൾക്ക് അവിടെ ഇരിക്കേണ്ടതായിട്ട് വന്നു. പക്ഷേ അടിപൊളിയായിരുന്നു. അവിടെ ഇരുന്ന് കുറേ കാഴ്ചകളൊക്കെ കണ്ടു. ഞങ്ങൾ ബോറൊന്നും അടിച്ചില്ല കേട്ടോ. എനിവേ, ഇതൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ അപ്പുറം ഇപ്പുറം ബോട്ടിലല്ല ഇരിക്കുന്നത്. ഞാനും റീച്ചാനും ഞങ്ങളുടെ ലാലി ആൻറ്റിയും ഞങ്ങൾ 3 പേരും കൂടെ ഒരു ബോട്ടിലാണ്. കാശ്മീരി വന്ന് അങ്ങനെ അതും പാടി. ഞങ്ങൾ അടിപൊളി ഒരു പാട്ടിനൊക്കെ ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ തന്നെ അവർ എന്താ പറയുന്നത്, കോഫി ടീ എന്നൊക്കെ പറഞ്ഞ് അതുവഴിയൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാം, ഞാൻ കാപ്പി മേടിച്ച് കുടിച്ചു, ചായ വേണ്ടവർക്ക് ചായ കുടിക്കാം, അങ്ങനെ എന്താ അവർക്ക് അവരോട് ആവശ്യം അതനുസരിച്ച് എല്ലാവർക്കും കഴിക്കാനല്ല കുടിക്കായിരുന്നു. പക്ഷേ രസമായിരുന്നു. നല്ല തണുപ്പാണല്ലോ കാശ്മീർ. ഞങ്ങൾ പോയപ്പോഴും തണുപ്പായിരുന്നു കേട്ടോ. നല്ല കട്ടിയുള്ള ജാക്കറ്റ് തന്നെ ഞങ്ങൾ ഇട്ടിരുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ എന്താ പറയുന്നേ, ചായയും കാപ്പിയൊക്കെ കുടിച്ച് ആസ്വദിച്ചിങ്ങനെ ഇരുന്നിട്ട് അതിമനോഹരമായ പ്രകൃതിയുടെ മനോഹരിതത്വം കാണുകയാണ്. എന്ത് രസമാണെന്നറിയാമോ? ഇതാരും ക്രിയേറ്റ് ചെയ്യുന്നൊന്നും അല്ലല്ലോ. ഇത് എന്താ പറയുന്നത്, പ്രകൃതിയായിട്ട് നമുക്ക് തരുന്ന കുറച്ച് മനോഹര കാഴ്ചകളല്ലേ ഇതൊക്കെ. എന്ത് രസമാണെന്നറിയാമോ? വൺസ് പോകണം നമ്മൾ. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ മുമ്പേ പറഞ്ഞ് നിർത്തിയിരുന്നു, അത് ഞാൻ പറയാവേ, ഉടനെ തന്നെ അത് പറയാം. ഓക്കെ, അപ്പം ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പം കണ്ടോ, പോകുന്ന വഴിക്ക് എല്ലാം അടിപൊളി നല്ല രസമായിട്ട് ഷോപ്പിംഗ് ചെയ്യാൻ അവരുണ്ടാക്കി ഇട്ടേക്കുന്നത്. എന്തൊരു ഭംഗിയാണെന്നറിയോ കാണാൻ, നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പം അമ്മമ്മ ഇങ്ങനെ ലഡാക്ക് ഹാൻഡ്ലൂം ഹൗസ് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ വിചാരം ലക്നൗവിൽ നിന്ന് എൻ്റെ തലയിൽ കിടക്കുന്നു. അപ്പം ഞാൻ ചോദിക്കുന്നത് ചിക്കൻ കറിയുടെ അവിടെ കിട്ടുമോ, എന്തൊക്കെയോ ചോദിച്ച് അമ്മമ്മയെ കൺഫ്യൂഷൻ ആക്കുന്നുണ്ട്. പിന്നെ റീച്ചാനാ പറഞ്ഞ അത് ലക്നൗവിലല്ലേ. എനിക്ക് ചിക്കൻ കറി ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ കുറച്ച് പലയിടത്ത് കയറി ഷോപ്പിംഗ് ഒക്കെ ചെയ്തു കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, അത് എടുക്കാൻ മറന്നുപോയി. കാരണം ഈ ബോട്ടിൽ നിന്ന് ഈ ഷിക്കാരിയിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു ടെൻഷനൊക്കെ ഓർത്തപ്പോൾ ഞാൻ മറന്നുപോയി. എനിക്ക് ആക്ച്വലി നീന്തലൊന്നും അറിയത്തില്ല. ഞാനങ്ങനെ വെള്ളത്തിൽ പോയി അച്ഛൻ എന്നെ നീന്തി കരയ്ക്ക് പറ്റിക്കും, അത് വേറെ കാര്യം. എന്നാലും എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞാൻ സത്യത്തിൽ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയ, സത്യം പറഞ്ഞാൽ അതൊരു വലിയ നഷ്ടമായിപ്പോയി. അപ്പം നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്ത് ഓൾമോസ്റ്റ് വൈകിട്ട് ഈവനിങ് ആയിരുന്നു ഞങ്ങൾ അവിടുന്ന് യാത്ര രാത്രി. അപ്പം നമ്മുടെ പകലിൻ്റെ മനോഹരിതത്വം കാണാനും പറ്റി, രാത്രിയുടെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റി. അപ്പം നമ്മുടെ ഇതിലൊരു ബോട്ടാണ് നമ്മുടെ. അപ്പം നമ്മൾ കണ്ടുപിടിച്ച് അവരിങ്ങനെ നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയോ, നമ്മൾ ഹോളി ലാൻഡിൽ പോകുന്നത്. ഈ ഹോളി ലാൻഡിലൊക്കെ
അല്ലാതെ നമുക്കൊരു അവസരം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ പൊക്കോണം. എന്താണെന്നറിയാവോ, ഞങ്ങൾ ഹോളി ലാൻഡിൽ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോലും വിചാരിക്കാത്തൊരു സമയത്താണ് പോയത്. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ദൈവം ഞങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചതുപോലായിരുന്നു ആ ഹോളി ലാൻഡ് ട്രിപ്പ്. അത് അന്ന് പോയി കണ്ടതുകൊണ്ട് ഞങ്ങൾ അന്ന് പോയി എല്ലാം കണ്ടു കേട്ട് വരാൻ പറ്റി. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായാലും അവർക്ക് മനസ്സിലാകുന്ന ഒരു പ്രായത്തിൽ തന്നെ ഞങ്ങൾ പോയത്. അതുകൊണ്ട് അവർക്കും അത് ഇന്നിപ്പം ഞങ്ങൾ വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പം അതിൽ ഓരോ സംഗതികളും നമ്മൾ ഓരോ വരികളും നമ്മൾ വായിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ എന്താ പറയുക, ഇമാജിൻ ചെയ്യും, അയ്യോ നമ്മൾ അവിടെ പോയി നിന്നതല്ലേ, അല്ലെ ജെറുസലേം പള്ളിയിൽ പോയി നമ്മൾ നിന്നതല്ലേ, അല്ലെങ്കിൽ നമ്മൾ അതിന് ചുറ്റും ഇങ്ങനെ നടന്നതല്ലേ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, കർത്താവ് നടന്ന ആ വഴിയിലൂടെയല്ലേ നമ്മൾ നടന്നത്, ഗലീലേ പോയി നമ്മൾ നിന്നതല്ലേ, അയ്യോ അതിലല്ലേ നമ്മൾ പോയത്, അവിടെ അല്ലേ നിന്നത്, കർത്താവ് അവിടെ നിന്നല്ലേ സുവിശേഷം പറഞ്ഞു. അവിടെ ചെല്ലുമ്പോൾ അവരെല്ലാം പറഞ്ഞു തരുമല്ലോ. അപ്പം തമ്പുരാന് അല്ലെ കർത്താവ് നടന്ന ഒരു വഴിയിലൂടെ, ഒരു പാതയിലൂടെ ഒന്നുമല്ലാത്ത നമ്മൾക്കുമൊക്കെ നടക്കാൻ ഒരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൽ വലിയൊരു, എനിക്കറിയത്തില്ല, അത് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് ഭയങ്കര എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു പുണ്യമാണ് എനിക്ക് വിശുദ്ധനാട് സന്ദർശിക്കാൻ പറ്റിയ ഒരു അവസരം. എനിവേ അതൊക്കെ അതുപോലൊരു അത്രയും മഹത്വമായ ഒരു സ്ഥലമാണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, വിശുദ്ധമായ സ്ഥലമാണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നിരുന്നാലും കാശ്മീർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സമയത്തേ പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒക്കെ പോകാൻ ആരെങ്കിലും വിളിച്ച് നമുക്ക് ഫ്രീ ആയിട്ട് തന്നാൽ പോലും ആരും പോകുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കഴിയുമ്പോൾ എല്ലാവരും പോയി കാണണം. അതിമനോഹരമാണ്. അപ്പം ഞാൻ ഓരോ ഹൗസ് ബോട്ട് കഴിയുമ്പോഴും ഇരിക്കുന്നത് ഇതാണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണേ. ഞങ്ങളുടെ ഹൗസ് ബോട്ടാന്ന് തോന്നുന്നു അടുത്തത്. നമുക്ക് രാത്രി ആയതുകൊണ്ട് എല്ലാം ഒരുപോലൊക്കെ ഇരുന്നേ ഗൈസ്. അപ്പം എനിവേ ഞങ്ങളങ്ങനെ അടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഹൗസ് ബോട്ടിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ട് ഷൂ ഒക്കെ ഞങ്ങൾ ഊരിയിട്ടായിരുന്നു. അതെല്ലാം ഞങ്ങൾ വലിച്ചു കയറ്റി ഇട്ടു തിരിച്ച്. എന്നിട്ട് നമ്മൾ റെഡി സെറ്റാകുവാണ്. അപ്പോൾ ഏതാണെന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഏതായിരിക്കും നമ്മുടെ ഹൗസ് ബോട്ട്, എങ്ങനെ ആയിരിക്കും, നമുക്ക് എല്ലാ ഫെസിലിറ്റീസും ഉണ്ടോ. നമ്മൾ ആലപ്പുഴ ഹൗസ് ബോട്ടിലൊക്കെ പോയി നമുക്ക് അറിയാമെങ്കിലും ഇതല്ലല്ലോ. അപ്പം നമ്മളിതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ടൂറിന് പോകുന്നതിന് മുന്നേ നമുക്ക് ആ ടൂറിന് കൊണ്ടുപോകുന്ന ആ ഏജൻസി, ആ കമ്പനി അവർ ബുക്ക് ചെയ്ത് തരുന്നതാണ് നമുക്കിതൊക്കെ കേട്ടോ. നമ്മൾ അവിടെ ചെന്ന് നമുക്കൊന്നും നടക്കത്തില്ല. പോകുന്നതിന് മുന്നേ ആയിരിക്കണം ഇതെല്ലാം ബുക്ക് ചെയ്തൊക്കെ വെക്കുക എന്നുള്ള ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ ഞങ്ങളുടെ ഹൗസ് ബോട്ടിലേക്ക് ഞങ്ങൾ അടുത്തു. അപ്പം ഒരു സ്ഥലം റോയൽ പാലസ്. അപ്പം ഞങ്ങളിങ്ങനെ റോയൽ പാലസ് അല്ല, ഷാലിമാർ പാലസ് കേട്ടോ. റോയൽ പാലസ് തൊട്ടപ്പുറത്തെയാണ്. ഇത് ഷാലിമാർ പാലസ്. ഇവിടാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പം ഞങ്ങളെല്ലാം കയറുകയാണ്. ഹൗസ് ബോട്ടിൽ നിന്ന് ഇറങ്ങി, ഷിക്കാരിൽ നിന്ന് ഇറങ്ങി ഹൗസ് ബോട്ടിലോട്ട് കയറുകയാണ്. അപ്പം നല്ല രസമായിരുന്നു കാഴ്ചകളൊക്കെ കാണാൻ. എനിവേ എല്ലാവരും അകത്ത് കയറിയപ്പോൾ അവരാദ്യം പറഞ്ഞു എല്ലാവരുടെയും ഷൂ ഊരി വെക്കണമെന്ന്. ഷൂ ഇട്ടുകൊണ്ട് കയറ്റത്തില്ല പുറത്തെ. അവിടെ അത്ര അടിപൊളി കാർപ്പറ്റും നല്ല രസമാണ് കണ്ടോ, എന്തൊരു ഭംഗി കാണാൻ. അപ്പോൾ ആരും ഷൂ ഇടിക്കത്തില്ല. എല്ലാവരോടും പറഞ്ഞു ഷൂ ഊരി അവിടെ സ്റ്റാൻഡിൽ വെച്ചിട്ട് എല്ലാവരും കയറാൻ. എന്നിട്ട് ഞങ്ങൾ ഷോപ്പ് ചെയ്ത സാധനങ്ങളൊക്കെ റീച്ചാൻ്റെയിലൊക്കെ ബാക്കി ഇരിപ്പുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ ഞങ്ങൾക്ക് ഓരോ റൂം ഓരോരുത്തർക്ക് അസൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോ റൂമിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചെല്ലുമ്പം തന്നെ കോഫി, ടീ എന്താണെന്ന് വെച്ചാൽ എല്ലാം ഉണ്ട്. വെള്ളത്തിന് വെള്ളമുണ്ട്. ഇദ്ദേഹമായിരുന്നു നമുക്ക് അവിടെ എല്ലാം ചെയ്ത് തരുന്ന ആൾ. നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ. അപ്പം പുള്ളിനോട് പൊക്കോ. അപ്പം റേച്ചാൻ പുറകിന് വീഡിയോയും കൊണ്ട് വരുന്നുണ്ട്. അത് ഈ പുള്ളിക്ക് പറഞ്ഞ് അറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു താങ്കൾ പൊക്കോ, ഞാൻ പുറകിന് വന്നേക്കാണ്. അപ്പോൾ ഞങ്ങൾക്കുള്ള റൂം ഇതാണെന്നും പറഞ്ഞ് പുള്ളി ഞങ്ങളെ റൂമിൽ ഇതൊക്കെ കാണിച്ചു തരുക. അതാ അങ്ങനെ അതാ ലൈറ്റാ അങ്ങനെ ഇങ്ങനെ എല്ലാം കാണിച്ചു തന്നു. സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നല്ല റൂമായിരുന്നു, അടിപൊളി റൂമായിരുന്നേ. ഓൾമോസ്റ്റ് എല്ലാവരുടെയൊക്കെ തന്നെ ഇങ്ങനത്തെ റൂമൊക്കെ തന്നെ. അവിടെ ഒരു ഡ്രസ്സിങ് റൂം ഉണ്ടായിരുന്നു, അതിനപ്പുറത്തോട്ടൊരു വാഷ്റൂം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം പോയി വാഷ്റൂമൊക്കെ നോക്കി എങ്ങനെയുണ്ട്, എല്ലാം ഉണ്ടോ, നമുക്ക് പറ്റുന്നതാണോ, അങ്ങനെയൊക്കെ നോക്കിയെല്ലാം സന്തോഷം തോന്നി. അടുത്ത റൂമിലേക്ക് ഞാൻ പോവാണ്. ഈ റൂം പോയിട്ട് ഞാൻ കാണുകയാണ് എങ്ങനെ എല്ലാം ഒരുപോലൊക്കെ തന്നെ. അപ്പം ഞാൻ നോക്കിയപ്പോൾ എല്ലാം ഒരുപോലൊക്കെ തന്നെ ഉള്ളൂ. റൂമും കാര്യങ്ങളും എല്ലാം കണ്ടോ, എല്ലാം ഒരുപോലൊക്കെ തന്നെ ഉള്ളൂ.
അപ്പം ഞാൻ എല്ലാവരുടെ അടുത്ത് പോയി എങ്ങനെയുണ്ട് റൂം? എൻജോയ്. ഹലോ എങ്ങനെയുണ്ട് റൂമൊക്കെ? സൂപ്പർ ആയിരിക്കുന്നു. നല്ല റൂം, നല്ല സെറ്റിങ്സ്, നല്ല ബാത്റൂം, എല്ലാം നല്ലതായിരിക്കുന്നു. ഓക്കെ, എൻജോയ്. താങ്ക് യു. അടിപൊളിയല്ലേ? പുള്ളിക്കാരുടെ ബാത്റൂമിൽ കയറി അല്ലെങ്കിൽ അവിടെയും കൂടെ ചേർത്ത് എടുക്കായിരുന്നു. ഏതാ നീ ബാത്റൂമിൽ കയറി കൊണ്ട് എടുക്കാനൊക്കത്തില്ല. ആദ്യം ഷൈമോളെ എടുത്തു, കുഴപ്പമില്ല. ഓക്കെ, എങ്ങനെയുണ്ട് നിങ്ങളെ റൂം? വെരി ഗുഡ്. തമാം ഹബീബി. അങ്ങനെ അലക്സാണ്ടറിനൊക്കെ ഭയങ്കര സന്തോഷമായി ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അവർ ഡിന്നർ തന്നു. നല്ല റൈസും ചപ്പാത്തിയും ചിക്കൻ കറിയും എന്തൊക്കെയോ, എനിക്കൊന്ന് ചിക്കൻ ഫ്രൈയോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് സാധനങ്ങൾ കേട്ടോ. റൈത്ത, അങ്ങനെ സാലഡ്സ്, അങ്ങനെ കുറേ സാധനങ്ങൾ അതെല്ലാം കഴിച്ച് ഞങ്ങൾ നല്ല സുഖമായിട്ട് രാത്രി ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഇറങ്ങി, എല്ലാം റെഡിയായിട്ട് പോകാനായിട്ട് ഇറങ്ങി. അതാണ് ഈ കാഴ്ചകൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാഥ അന്തികയുള്ള മഹൽ ശക്തി നീയേ. നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ വണ്ടി കിടക്കുന്ന സ്ഥലത്തൂടെ നമ്മൾ ഇവിടുന്ന് നേരെ നമ്മുടെ ഹോട്ടലിൽ പോയി നമ്മൾ പെട്ടി എടുത്തു. നമ്മൾ വലിയ പെട്ടികളെല്ലാം ഹോട്ടലിലെ ലോക്കർ റൂമിൽ വെച്ച് പൂട്ടിയേക്കുക. അതെടുത്തിട്ട് നമ്മൾ നേരെ ഇനിയും എയർപോർട്ടിലോട്ട് പോവുകയാണേ. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ആ ഹൗസ് ബോട്ടിൽ തന്നെ അവർ നല്ല സാഫ്രോൺ തന്ന് നമുക്ക് കുങ്കുമപ്പൂ ഉണ്ടല്ലോ, സൂപ്പർ നല്ല ക്വാളിറ്റി, നല്ല പ്രീമിയം ക്വാളിറ്റിയുടെ കുങ്കുമപ്പൂ നമുക്ക് തന്നെ. നല്ല കളറും നല്ല ഗുണവും നല്ല എല്ലാം നല്ല. നമുക്കത് കഴിക്കുമ്പോൾ തന്നെ പാലിലിട്ടത് കുടിക്കുമ്പോൾ നമുക്ക് ആ രുചി അറിയാൻ പറ്റും. സാധാരണ ഈ എന്താ പറയുക ഡ്യൂപ്ലിക്കേറ്റ് സാഫ്രോൺ പാലിനകത്തിട്ടൊക്കെ കുടിക്കുമ്പോഴല്ലോ നമുക്ക് അത്രയും ടേസ്റ്റ് ഒന്നും അറിയത്തില്ല. പക്ഷേ ഇത് നല്ല അടിപൊളി. നമ്മൾ പായസത്തിൽ ഈ സേമിയ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇച്ചിരി ഇടുവേ, അടിപൊളിയാണ്. നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അതിന്. ഇത് നല്ല പ്രീമിയം ക്വാളിറ്റിയുടെ ആയതുകൊണ്ടായിരിക്കാം. അപ്പം ഞങ്ങൾ അതൊക്കെ മേടിച്ചു. ഞങ്ങൾ മേടിക്കുക അവർ വിൽക്കാനായിട്ട് ആ ബോട്ടുകാർ തന്നെ, ഹൗസ് ബോട്ടുകാർ തന്നെ വിൽക്കാൻ വെക്കുന്നത്. ഞങ്ങളത് മേടിച്ചായിരുന്നേ. അതിൽ പലരും മേടിച്ചു. എന്നിട്ട് ഞങ്ങൾ വണ്ടിയിൽ കയറി ഞങ്ങളിപ്പം ഹോട്ടലിലേക്ക് പോവുകയാണ്. ഹോട്ടലിൽ കയറി പെട്ടി എടുക്കുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ഓക്കെ, ഹോട്ടലിലേക്ക് പോവാണ്. അവിടുന്ന് ഞങ്ങളിങ്ങനെ പോയ വഴിക്ക് ഞങ്ങളുടെ മേരിക്കുട്ടിയാൻ്റെ, അലക്സാണ്ടറിലെ മേരിക്കുട്ടിയാൻ്റെ മോളുണ്ട്, ഡോക്ടർ ലൂയിസ് എന്നാണ്, ഞങ്ങൾ ഡോക്ടർ ലിബി എന്നാണ് വിളിക്കുന്നത്. ഡോക്ടർ ലിബി ഉണ്ടല്ലോ, ഞങ്ങൾക്ക് പെട്ടെന്ന് മെസ്സേജ് ഇട്ടു, നിങ്ങൾ പോകുന്ന വഴിക്ക് ഒരു കടയുണ്ട്, ഒരു നല്ല എന്താ പറയുന്നത്, അത് എന്തോ കിട്ടുന്ന കടയാണെന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. അന്നേരം പുള്ളിക്കാരി എന്തോ ഒരു പേര് പറഞ്ഞു കേട്ടോ. നല്ല സൂപ്പർ കടയാണ്, മൂൺലൈറ്റ് എന്ന് പറയുന്നത്. നല്ല ബേക്കറി, നല്ല ഒരു കേക്ക് പോലത്തെ അല്ല, നല്ലൊരു അവരുടെ സ്പെഷ്യാലിറ്റി എന്തോ ആണെന്നുള്ളത്. അവരുടെ സ്പെഷ്യൽ സാധനം എന്താണെന്നറിയാവോ? വാൾനട്ട് ഫഡ്ജ്. അടിപൊളിയായിരുന്നു കേട്ടോ. വാൾനട്ട് ഫഡ്ജ് അടിപൊളി, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നേ. ഡോക്ടർ ലിബി അന്നേരം പറഞ്ഞപ്പോൾ ഞങ്ങൾക്കതൊന്നും മനസ്സിലായില്ല എന്തോ സാധനം എന്നുള്ളത്. ഫഡ്ജ് എന്ന് മനസ്സിലായി, പക്ഷെ അത് എങ്ങനെയാണ്, എന്ത് ടേസ്റ്റ് ഒന്നും. പക്ഷെ അത് മേടിച്ച് കഴിച്ചു സൂപ്പറായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഞാനൊരു വീഡിയോ എടുക്കുക, എല്ലാവരും ടാറ്റ തരണമെന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ശ്രീനഗർ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഇനി എയർപോർട്ടിനകത്തോട്ട് കയറുകയാണ്. അവിടെ ഞങ്ങൾ ഡയറക്റ്റ് എയർപോർട്ടിൽ ഇങ്ങനെയല്ല വന്നത്. എന്താ സംഭവം എന്നറിയോ? ആദ്യം നമ്മളെ ഒരു സ്ഥലത്ത് കൊണ്ടുവരും, എയർപോർട്ടിൻ്റെ തൊട്ടടുത്തൊരു സ്ഥലത്ത് കൊണ്ടുവരും. അവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് നമ്മുടെ പെട്ടികളെല്ലാം അവർ അവിടുന്ന് സ്കാൻ ചെയ്യും. പിന്നെ വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് അടുത്ത് സ്കാൻ ചെയ്യും. ഭയങ്കര സെക്യൂരിറ്റി ആയിരുന്നു. പിന്നെ ഞങ്ങൾ ആ ഫ്ലൈറ്റിലെ ഫുഡ് ഞാൻ കാണിച്ചു. ഞങ്ങൾ ശ്രീനഗർ എയർപോർട്ടിൽ നിന്ന് ഡൽഹി എയർപോർട്ടിലോട്ട് എത്തിയേ. ഞങ്ങളിപ്പോൾ ഡൽഹി എയർപോർട്ടിലെത്തി. അപ്പോൾ ഞാൻ ഫ്ലൈറ്റിൽ അവർ തന്ന ഒരു ഫുഡ് ഉണ്ടായിരുന്നേ, ഒരു എന്താ പറയുന്നത് ക്രോസൻറ്റ് പോലത്തെ ഒരു സാധനം, അങ്ങനത്തെ എന്തോ ഒരു സാധനം, അത് കഴിച്ചു. പിന്നെ നല്ല ബെസ്റ്റ് എയർപോർട്ടിൻ്റെ അവാർഡൊക്കെ കിട്ടി, അവരതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്.
സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. അതൊക്കെ കണ്ട് ഞങ്ങൾ കുറേ നടക്കാനുണ്ടായിരുന്നേ. അപ്പോൾ ഈ അതിനകത്ത് പ്രായമുള്ളവരൊക്കെ ഉണ്ടല്ലോ, അപ്പം നടക്കാൻ പറ്റാത്തവർക്ക് അവരൊരു മറ്റേ ആ വണ്ടി അത് പ്രൊവൈഡ് ചെയ്തേ. അപ്പോൾ അതിൽ കയറിയിട്ട് ഞങ്ങളുടെ ഗേറ്റിൻ്റെ അവിടോട്ട് കൊണ്ടുവരികയാണ് അവരെ. ഞാനും അവൻ്റെ തത്തിപ്പിടിച്ച് കയറി. ഏതായാലും അവർ കയറി, അപ്പം ഞാനും ചാടിപ്പിടിച്ച് കയറി. നമുക്ക് കിട്ടിയൊരു അവസരമല്ലയോ. എന്നോട് അവർ പറഞ്ഞു, ആ ബഗ്ഗി ഓടിക്കുന്ന ആ മനുഷ്യൻ പറഞ്ഞു, മാഡം കയറിക്കോ, സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും കയറിയത്. അങ്ങനെ വന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഗേറ്റിൻ്റെ അവിടെ എത്തുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുന്നത്, ഞങ്ങളുടെ കൂടെയുള്ള ലാലിയാൻ്റെ ഉണ്ടല്ലോ, ആൻറ്റിക്ക് ഒട്ടും വയ്യായിരുന്നു. ആൻറ്റി അത്രയും നേരം ഭയങ്കര എനർജറ്റിക് ആയിരുന്നേ. പുള്ളിക്കാരിക്ക് അന്ന് രാവിലെ ഞങ്ങൾ ഫുഡ് കഴിച്ചത് ഉപ്പുമാവ് കഴിച്ചായിരുന്നേ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒന്നും എടുത്തില്ല സത്യം പറഞ്ഞാൽ. ഉപ്പുമാവും മുട്ട പുഴുങ്ങിയതും അപ്പോ പുട്ടോ ചപ്പാത്തി എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പം അമ്മമ്മയ്ക്ക് ആ ഉപ്പുമാവിനകത്തിലെ എണ്ണയുണ്ടല്ലോ, ഈ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന വെളിച്ചെണ്ണ അങ്ങനത്തെ ഒക്കെ ഇല്ല, അവരുടെ വേറെ എണ്ണയില്ലേ, അതിനകത്ത് അവരുണ്ടാകുന്നത്. പക്ഷെ ഞങ്ങൾക്കൊക്കെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. പക്ഷെ അമ്മാമ്മയ്ക്ക് എന്തോ ആ എണ്ണയുടെ പിടിച്ചില്ല. അപ്പം തൊട്ട് അമ്മാമ്മയ്ക്ക് എന്താ പറയുന്നത്, വൊമിറ്റിംഗ് ടെൻഡൻസിയും ഒന്നും അമ്മാമ്മയ്ക്ക് ഇല്ലാത്ത അസ്വസ്ഥതയില്ല. അമ്മാമ്മയ്ക്ക് ഒന്ന് ചിരിക്കാനോ സന്തോഷിക്കാനോ ഒന്നും പറ്റുന്നുണ്ടാവില്ലായിരുന്നു. പിന്നെ ഞങ്ങളൊക്കെ ഒരു കണക്കിന് അമ്മാമ്മയെ കൊണ്ട് ദുബൈയിൽ എത്തിച്ചു എന്ന് പറഞ്ഞാൽ മതി. പാവം അമ്മമ്മയുടെ ആ ഒരു വിൽ പവറും കൊണ്ട് അമ്മ പിടിച്ചു നിന്ന്. നമുക്ക് എത്ര എത്തിക്കാന്ന് പറഞ്ഞാലും സ്വന്തമായിട്ട് നമുക്കൊരിത് വേണമല്ലോ. അമ്മമ്മ ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടി പിടിച്ചു നിന്ന് വീട്ടിലെത്തിയപ്പോൾ തൊട്ട് അമ്മമ്മ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങിയതാണ്. അമ്മമ്മയ്ക്ക് 2 ദിവസം അമ്മമ്മ എണ്ണീറ്റില്ല. അതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഈ എയർപോർട്ടിലും ഫ്ലൈറ്റിനും ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു. പക്ഷെ അമ്മമ്മ പിടിച്ചു വെച്ചത് എങ്ങനെ, എനിക്കൊന്നും ഒരിക്കലും പറ്റത്തില്ല അങ്ങനെയൊന്നും. അമ്മമ്മ അത് ഭയങ്കര സംഭവം തന്നെ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ. കണ്ടോ, നിങ്ങൾ നോക്കി എന്തോരം നടക്കേണ്ടത് നോക്കാം. നമ്മൾ ദുബായ് എയർപോർട്ടിനെ പറ്റി പറയും, ഒത്തിരി ഉണ്ടെന്ന്. എല്ലാം ഇത് തന്നെ. ഞങ്ങളിപ്പോൾ അടുത്ത ഫ്ലൈറ്റ് കയറുക, ഡൽഹി ടു ദുബായ് ഫ്ലൈറ്റ്. ദൈവത്തിൻ്റെ വലിയ കരുണയാൽ ഞങ്ങൾക്ക് ദുബായിൽ എത്താൻ പറ്റി. ഞങ്ങളുടെ ലഗേജ് എല്ലാം എടുത്ത് ഞങ്ങളിപ്പോൾ പുറത്തോട്ട് ഇറങ്ങാൻ പോവുകയാണ്. ഭയങ്കര സന്തോഷം. എല്ലാവരും ഇത് കണ്ടതിൽ ഒത്തിരി സന്തോഷം. ഇതോടുകൂടി എൻ്റെ കാശ്മീർ വ്ലോഗ് അവസാനിക്കുന്നു. നെക്സ്റ്റ് അടിപൊളി എപ്പിസോഡുമായി തിരിച്ചു വരാം കേട്ടോ.